ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇനിയാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു അടിപൊളി കാരച്ചെമ്മീൻ ഫ്രൈ ആയിട്ടാണ്. സാധാരണ ഒരു ഫ്രൈ അല്ല. ഈ ചെമ്മീൻ നമ്മൾ ഇന്ന് ഫ്രൈ ചെയ്യാൻ പോകുന്നത് നല്ല പച്ച ഈർക്കിളിയിൽ കുത്തിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്യുന്നതിന് ഇതിൻ്റെ മുകൾ ഭാഗത്തെ തൊണ്ട് ഇങ്ങനെ എടുത്ത് മാറ്റണം. എൻ്റെ ചെമ്മീൻ റോസ്റ്റ് നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ചെമ്മീൻ ക്ലീൻ ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. എങ്കിലും കാണാത്തവർക്ക് വേണ്ടി വീണ്ടും ഞാൻ ചെയ്യുന്നു. ഇതിൻ്റെ ഈ തലയുടെ ഭാഗത്തെ തൊണ്ടൊക്കെ ഇങ്ങനെ മാറ്റിയെടുക്കണം. അതിനുശേഷം കാലുകളൊക്കെ ഇങ്ങനെ മാറ്റിയെടുക്കാം. ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ ഒരു കത്തി കൊണ്ട് ജസ്റ്റ് ഒന്ന് കോരി കൊടുക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഒരു വേനുണ്ട്, ബ്ലാക്ക് കളറിലെ, നമ്മൾ എപ്പോഴും മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ ഇത് കഴിക്കുമ്പോൾ നമുക്ക് വയറുവേദനയൊക്കെ ഉണ്ടാകും ചില ആൾക്കാർക്ക്. അതുകൊണ്ട് എപ്പോഴും ചെമ്മീൻ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. അപ്പം നമ്മുടെ കാരച്ചെമ്മീൻ ഫ്രൈ ചെയ്യാനല്ലേ ആവശ്യമായ സാധനങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോവുകയാണ്. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മഞ്ഞൾ പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് കരിവേപ്പില, കുറച്ച് ഈർക്കിളി ാണ് നമുക്ക് ചെമ്മീൻ ഫ്രൈയിന്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടി ചെമ്മീനിലിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ ഈ ചെമ്മീൻ ഇവിടെ മസാല പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെമ്മീനിൽ നമുക്ക് ഈർക്കിളി കുത്തി വെക്കാം. ഈർക്കിളി കുത്തി വെക്കണത് എന്തിനാന്ന് വെച്ചാൽ വറക്കുമ്പോൾ ചുരുണ്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മുടെ ഈ ചെമ്മീനുകളെല്ലാം ഈർക്കിളി കുത്തി സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. മസാല പിടിക്കാൻ വേണ്ടി ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ഈ ചെമ്മീന് മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി പാൻ എടുത്ത് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഓരോന്നായി നമുക്ക് എണ്ണയിലേക്ക് ഇടാം. ചെമ്മീൻ്റെ ഒരു സൈഡ് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡ് മറിച്ച് വെക്കാം. ചെമ്മീൻ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ക്യാരറ്റ് ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ, ഒന്നും പറയാനില്ല, അടിപൊളി. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ലഭിച്ച വേറെ ഒരു വീഡിയോയുമായി ഞങ്ങൾ വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ.